നമസ്കാരം. നാളത്തെ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ഇന്ത്യൻ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം, അല്ലേ? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ. അടുത്ത കുറച്ച് മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ ഭാഗം നമുക്ക് സെറ്റാക്കാം. ഒരു മാർക്ക് പോലും പോവില്ല. അപ്പോൾ തുടങ്ങാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ചാപ്റ്ററിന്റെ ആകെ തുക ഈയൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് 1991 എന്ന വർഷം ഇന്ത്യൻ ഇക്കോണമിയുടെ ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയത്? ആ ഒരു വലിയ മാറ്റത്തിന് പിന്നിൽ എന്തായിരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ ഈ ചാപ്റ്റർ മുഴുവൻ നിങ്ങളുടെ കയ്യിലിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ റോഡ് മാപ്പ്. ആദ്യം എന്തായിരുന്നു ആ പ്രതിസന്ധി എന്ന് നോക്കും. പിന്നെ അതിനുള്ള പരിഹാരമായി വന്ന LPG റിഫോംസിനെ പറ്റി പഠിക്കും. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കും. അതിനുശേഷം ഈ മാറ്റങ്ങൾ കൊണ്ട് എന്തു ഗുണം എന്തു ദോഷമുണ്ടായി എന്ന് നോക്കും. അവസാനം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന പോയിന്റുകൾ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, ഏതൊരു പരിഹാരത്തെക്കുറിച്ചും പഠിക്കുന്നതിനു മുൻപ് എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം എന്ന് നമ്മൾ ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് 1991 ഇന്ത്യ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്നുണ്ടായതല്ല കേട്ടോ. ഇതിന്റെ കാരണങ്ങൾ 1980കളിൽ തന്നെ തുടങ്ങിയിരുന്നു. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം. ഒന്നാമതായി, സർക്കാരിന്റെ ചെലവ് വരുമാനത്തേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. വരവ് 8 ചെലവ് 12 എന്ന അവസ്ഥ. രണ്ടാമതായി, നമ്മൾ വിദേശത്തുനിന്ന് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. പക്ഷെ അങ്ങോട്ട് വിൽക്കാൻ, അതായത് കയറ്റുമതി ചെയ്യാൻ നമുക്ക് കാര്യമായൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള ഡോളർ മുഴുവനും തീർന്നു പോകും. മൂന്നാമതായി, ഈ ഗ്യാപ്പ് നികത്താൻ വേണ്ടി നമ്മൾ വിദേശത്തു നിന്ന് ഒരുപാട് കടം വാങ്ങാൻ തുടങ്ങി. നാലാമതായിട്ട്, രാജ്യത്തിനകത്ത് സാധാരണക്കാർ വാങ്ങുന്ന സാധനങ്ങളുടെ എല്ലാം വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു, അതായത് ഇൻഫ്ലേഷൻ. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നിച്ചു വന്നപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസ്, അല്ലെങ്കിൽ BOP പ്രതിസന്ധി. സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ വീട് പോലെ തന്നെയാണ് രാജ്യവും. നമുക്ക് വരവും ചെലവുമുണ്ട്, അല്ലേ? വിദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങണമെങ്കിലും വാങ്ങിയ കടം തിരിച്ചടയ്ക്കണമെങ്കിലും നമുക്ക് ഡോളർ വേണം. ഈ ഡോളർ കിട്ടുന്നത് പ്രധാനമായും നമ്മൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡോളർ മുഴുവൻ തീർന്നുപോവുകയും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണം കൊടുക്കാനില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ BOP പ്രതിസന്ധിയിലായി എന്ന് പറയുന്നത്. ആ പ്രതിസന്ധി എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കണക്ക് മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 2 ആഴ്ചത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണ്യം മാത്രം. അതായത് 2 ആഴ്ച കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാത്തൊരവസ്ഥ. അത്രയ്ക്കും സീരിയസ് ആയിരുന്നു സിറ്റുവേഷൻ. സ്വാഭാവികമായും ഈ അവസ്ഥയിൽ ഇന്ത്യക്ക് കടം കൊടുക്കാൻ ആരും തയ്യാറായില്ല. അവസാനത്തെ ഒരു വഴിയെന്ന നിലയ്ക്ക് ഇന്ത്യ വേൾഡ് ബാങ്കിനെയും IMFനെയും, അതായത് അന്താരാഷ്ട്ര നാണയനിധിയെയും സമീപിച്ചു. അവർ $7 ബില്യൺ ലോൺ തരാം എന്ന് സമ്മതിച്ചു. പക്ഷെ വെറുതെയല്ല, കുറച്ച് കടുത്ത കണ്ടീഷൻസ് വെച്ചു. ഈ കണ്ടീഷൻസാണ് ഇന്ത്യയെ പുതിയ സാമ്പത്തിക നയങ്ങളിലേക്ക് തള്ളിവിട്ടത്. അങ്ങനെ നമ്മൾ പ്രശ്നത്തിൽ നിന്ന് അതിന്റെ പരിഹാരത്തിലേക്ക് വരികയാണ്. വേൾഡ് ബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഒരു പുത്തൻ സാമ്പത്തിക നയം, അതായത് ന്യൂ എക്കണോമിക് പോളിസി അഥവാ NEP പ്രഖ്യാപിച്ചു. ഇതാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ പുതിയ പോളിസിക്ക് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒരു രോഗിയെ ചികിത്സിക്കുന്നത് പോലെ തന്നെ. ആദ്യത്തേത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഇത് ഒരു ആക്സിഡന്റ് പറ്റിയ ആൾക്ക് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് പോലെയാണ്. പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതായത് BOP പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുക, വിലക്കയറ്റം നിയന്ത്രിക്കുക. രണ്ടാമത്തേത് സ്ട്രക്ചറൽ റിഫോംസ്. ഇത് ആ രോഗിക്ക് ദീർഘകാലത്തേക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കൊടുക്കുന്ന ചികിത്സയും ജീവിതശൈലി മാറ്റങ്ങളും പോലെയാണ്. നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ തന്നെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ ദീർഘകാലത്തേക്ക് കൊണ്ടുവന്ന സ്ട്രക്ചറൽ റിഫോംസിനെയാണ് നമ്മളെല്ലാവരും LPG എന്ന് വിളിക്കുന്നത്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഭാഗമാണിത്. ഈ 3 വാക്കുകളും അതിൻ്റെ അർത്ഥവും മറക്കാതെ ഓർത്തുവെക്കണം. അപ്പോൾ നമുക്ക് LPGയിലെ ആദ്യത്തെ അക്ഷരമായ L, അതായത് ലിബറലൈസേഷൻ എന്താണെന്ന് നോക്കാം. പേര് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇക്കോണമിയിലെ ആവശ്യമില്ലാത്ത നിയമങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ ഒന്ന് ഉദാരമാക്കുക, അല്ലെങ്കിൽ ലഘൂകരിക്കുക. ഇതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. ഈ ഉദാരവൽക്കരണം ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവന്നത് ഇൻഡസ്ട്രിയിലാണ്. 1991 മുമ്പ് ഇവിടെ ലൈസൻസ് രാജായിരുന്നു. അതായത് ഒരു ബിസിനസ് തുടങ്ങാനും പൂട്ടാനും, എന്തിനെ എത്ര ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ പോലും സർക്കാരിന്റെ ലൈസൻസ് വേണമായിരുന്നു. എന്നാൽ 1991 ശേഷം ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നു.
മിക്കവാറും എല്ലാ ഇൻഡസ്ട്രികൾക്കും ലൈസൻസ് വേണ്ടെന്നായി. പ്രൈവറ്റ് കമ്പനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. ഇത് നമ്മുടെ വ്യവസായ രംഗത്തിന് ഒരു പുതിയ എനർജി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് LPGയിലെ അടുത്ത രണ്ടക്ഷരങ്ങളായ PG എന്നിവയിലേക്ക് കടക്കാം. അതായത് പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും. ഇവ രണ്ടും ഇന്ത്യൻ ഇക്കോണമിയെ ലോകവുമായി കണക്ട് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായി ഗവൺമെന്റിന്റെ കയ്യിലുള്ള കമ്പനികളെ പ്രൈവറ്റ് ആളുകൾക്ക് വിൽക്കുന്ന പരിപാടിയാണ്. ഇതിനുവേണ്ടി ഗവൺമെന്റ് ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഡിസിൻവെസ്റ്റ്മെന്റ് അഥവാ ഓഹരി വിറ്റഴിക്കൽ. എന്നുവെച്ചാൽ സർക്കാർ കമ്പനികളിലെ ഗവൺമെന്റിന്റെ ഷെയറുകൾ വിറ്റ് പണം കണ്ടെത്തുക. അതുവഴി ആ കമ്പനികളുടെ പ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇനി ഗ്ലോബലൈസേഷൻ. ഈ വാക്കിന്റെ അർത്ഥം ഇത്രയുള്ളൂ: ഇന്ത്യൻ ഇക്കോണമിയെ ലോക ഇക്കോണമിയുമായി കൂട്ടിയിണക്കുക. ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ എടുത്തുമാറ്റി വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ അവസരം കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ലോകം മൊത്തം ഒരു വലിയ മാർക്കറ്റായി മാറി. ഗ്ലോബലൈസേഷന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഔട്ട്സോഴ്സിംഗ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, അമേരിക്കയിലുള്ളൊരു കമ്പനി അവരുടെ കസ്റ്റമർ സപ്പോർട്ട് ഇന്ത്യയിലുള്ളൊരു കോൾ സെന്ററിനെ ഏൽപ്പിക്കുന്നത്? അതാണ് ഔട്ട്സോഴ്സിംഗ്. നമ്മുടെ നാട്ടിൽ കുറഞ്ഞ ശമ്പളത്തിന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഉള്ളതുകൊണ്ട് ഇന്ത്യ ഔട്ട്സോഴ്സിംഗിന്റെ ഒരു ഹബ്ബായി മാറി. ശരി, അപ്പോൾ ഈ പരിഷ്കാരങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതുകൊണ്ടൊക്കെ ശരിക്കും എന്ത് ഗുണമുണ്ടായി? പരീക്ഷയ്ക്ക് വിശകലനം ചെയ്ത് എഴുതാനുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് വരിക. നമുക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്ന് നോക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് നമ്മുടെ GDP ഗ്രോത്ത് റേറ്റാണ് കാണിക്കുന്നത്. GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനം എന്ന് സിമ്പിളായിട്ട് ഓർക്കാം. പരിഷ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ GDP വളർച്ച 5.6% നിന്ന് 8.2% വരെയായി ഉയർന്നു. അത് വലിയൊരു നേട്ടമാണ്. പക്ഷേ ഈ വളർച്ച എവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കൂ. പ്രധാനമായും സർവീസ് സെക്ടറിൽ നിന്ന്, IT, ബാങ്കിംഗ് പോലുള്ള മേഖലകൾ. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന കൃഷിയുടെ വളർച്ചാ നിരക്ക് കുറയുകയാണ് ചെയ്തത്. ഇത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ബാർ ചാർട്ട് കണ്ടാൽ കാര്യം വളരെ ക്ലിയറാണ്. ഈ പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ, അതായത് വിദേശ നിക്ഷേപത്തിലുണ്ടായ ഈ കുതിച്ചുചാട്ടമാണ്. 1990-ൽ വെറും $100 മില്യൺ ആയിരുന്നത് പിന്നീട് $73 ബില്യൺ മുകളിലേക്ക് പോയി. എന്തൊരു വ്യത്യാസമാണെന്ന് നോക്കൂ. ഈ പണം രാജ്യത്ത് പുതിയ വ്യവസായങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും പുതിയ ടെക്നോളജിക്കും ഒക്കെ കാരണമായി. എന്നാൽ എല്ലാത്തിനും ഒരു മറുവശമുണ്ടാകുമല്ലോ. ഈ പരിഷ്കാരങ്ങൾക്കും കുറേ വിമർശനങ്ങളുണ്ട്. സാമ്പത്തിക വളർച്ചയുണ്ടായി, പക്ഷേ അതിനനുസരിച്ച് പുതിയ ജോലികൾ ഉണ്ടായില്ല. ഇതിനെയാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ കാർഷിക മേഖലയെ സർക്കാർ അത്ര ശ്രദ്ധിച്ചില്ല. അത് കർഷകരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതുപോലെ വില കുറഞ്ഞ വിദേശ സാധനങ്ങൾ മാർക്കറ്റിൽ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പല ചെറിയ വ്യവസായങ്ങൾക്കും അതൊരു വലിയ തിരിച്ചടിയായി. ശരി, നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പരീക്ഷയ്ക്കു വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ഉറപ്പായും ഓർത്തിരിക്കേണ്ടത് എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഈ ഒരൊറ്റ വാചകത്തിൽ ഈ ചാപ്റ്റർ മുഴുവനുമുണ്ട്. ഇന്ത്യ എന്തിനാണ് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് എന്ന ചോദ്യത്തിന് ഏറ്റവും സിമ്പിളായ ഉത്തരം ഇതാണ്: രാജ്യത്തുണ്ടായ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി, ഒപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ച വേൾഡ് ബാങ്കിന്റെയും IMFന്റെയും സമ്മർദ്ദം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: 1991-ലെ ഈ മാറ്റങ്ങൾ സർക്കാർ വെറുതെ ഒരു രസത്തിനെടുത്ത തീരുമാനമായിരുന്നില്ല. രാജ്യം സാമ്പത്തികമായി തകർന്നു പോകാതിരിക്കാനെടുത്ത ഒരു എമർജൻസി സ്റ്റെപ്പായിരുന്നു അത്. ആ ഒരൊറ്റ തീരുമാനം ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ തന്നെയാണ് മാറ്റിമറിച്ചത്. അപ്പോൾ നമ്മുടെ ഈ പഠനം ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. 1991-ലെ ഈ മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയെ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന 30 വർഷങ്ങളിൽ ഇന്ത്യയെ രൂപപ്പെടുത്താൻ പോകുന്ന അടുത്ത വലിയ സാമ്പത്തിക മാറ്റം എന്തായിരിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഇനി ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ.